പൊന്മാൻ എന്ന സിനിമയിലെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ. പൊന്മാൻ അഥവാ പൊന്നുകൊണ്ടുള്ള മനുഷ്യൻ. പൊന്നിനു വേണ്ടിയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ വഴക്കിടുന്നതും തല്ലുകൂടുന്നതും. മനുഷ്യന്റെ മോഹങ്ങളെയും അമിത ആഗ്രഹങ്ങളെയും മാനുഷിക മൂല്യങ്ങളുടെയും തൊഴിലിനോടുള്ള അർപ്പണ മനോഭാവത്തെയും ഉത്തരവാദിത്വ ബോധമില്ലായ്മയും എല്ലാം സമന്വയിപ്പിച്ച ഒരു നേർക്കാഴ്ചയാണ് പൊന്മാൻ എന്ന ഈ സിനിമ. പൊന്മാൻ എന്ന ടൈറ്റിലിൽ പൊൻ എന്ന് എഴുതിയിരിക്കുന്നത് സ്വർണ്ണ കളറിലാണ്. അതേപോലെ സ്വർണത്തിന്റെ ആഭരണമാണ് എന്ന് സൂചിപ്പിക്കാനായി കമ്മലും കൊടുത്തിട്ടുണ്ട്. സിനിമയിലെ ബ്രൂണോ എന്ന കഥാപാത്രം യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ്. അയാളുടെ ഹെൽമെറ്റിലും ഫോണിലും ചെഗുവേരയുടെ പടം കാണാം. സിനിമയുടെ കഥ നടക്കുന്നത് 2023 ഡിസംബർ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലാണ്. ചില ഷോട്ടുകളിൽ ക്രിസ്മസ് സ്റ്റാർസും ക്രിസ്മസിന്റെ ഡെക്കറേഷനും കാണിക്കുന്നതിലൂടെ ഈ കാര്യം മനസ്സിലാക്കാം. ഈ സീനിൽ മരിയാനോയുടെ ഫ്രണ്ട് ബ്രൂണോയുടെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നുണ്ട്. ഡിസംബർ 31 രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് ന്യൂ ഇയർ സെലിബ്രേഷനിലൂടെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഡിസംബർ 30 സ്റ്റെഫിയും മരിയാനോയും തമ്മിലുള്ള കല്യാണം നടന്നത് എന്ന് കാണിച്ച് ഈ കാര്യം ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. സിനിമയിലെ ശർമ്മ എന്ന ദീപക് പറമ്പോളിന്റെ കഥാപാത്രം ഒരു നാടകക്കാരനാണ് എന്ന് സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. നാടകത്തിൽ യേശുവായിട്ടാണ് ശർമ്മ അഭിനയിക്കുന്നത്. അയാൾ ഒരു നാടകക്കാരനായതുകൊണ്ട് തന്നെ അയാളുടെ നാടകങ്ങളുടെ പോസ്റ്ററുകളും നാടകത്തിന്റെ സാധനങ്ങളും അയാളുടെ മുറിയിൽ കാണാം. ശർമ്മയുടെ ലോഡ്ജിന്റെ അപ്പുറത്തുള്ള മുറിയിൽ ഒരു ബാൻഡ് മേള ടീം പ്രാക്ടീസ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. നവീൻ ബാൻഡ് എന്നാണ് ആ ബാൻഡിന്റെ പേര്. ഈ ബാൻഡ് തന്നെയാണ് സ്റ്റെഫിയുടെ കല്യാണത്തലേന്ന് ആ വീട്ടിലുണ്ടായിരുന്നത്. ബേസിൽ ജോസഫിന്റെ കഥാപാത്രമായ PP അജേഷ് ഒരു ഗോൾഡ് ജ്വല്ലറിയുടെ ഇടനിലക്കാരനാണ്. സ്ത്രീധനം കൊടുക്കാനില്ലാത്ത ബ്രൂണോയുടെ ഫാമിലിയെ സഹായിക്കാനാണ് അജേഷ് വരുന്നത്. അജേഷിന്റെ ഫോണിലേക്ക് ജ്വല്ലറിയുടെ മുതലാളി വിളിക്കുമ്പോൾ പെണ്ണായാൽ പൊന്നു വേണം എന്ന റിംഗ് ടോൺ ആണ് കേൾക്കുന്നത്. ഒരുപാട് വീടുകളിൽ ഇതുപോലെ സ്വർണം എത്തിച്ചിട്ടുള്ള ആളാണ് അജേഷ്. അതുകൊണ്ടാണ് ഈ റിംഗ് ടോൺ ഇട്ടിരിക്കുന്നത്. അതേപോലെ ഫോണിന്റെ വാൾപേപ്പറിലും ഗോൾഡിന്റെ പടമാണ് ഇട്ടിരിക്കുന്നത്. അജേഷിന്റെ ഇനിഷ്യലായ P എന്ന് ഉദ്ദേശിക്കുന്നത് പിടിവാശി തന്നെയാണ്. ഒരു P അല്ല 2 P ഉണ്ട്, ഇരട്ട പിടിവാശി. പക്ഷേ അത് ജീവിക്കാൻ വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള പിടിവാശിയാണ്. ഈ സീനിൽ അജേഷ് കല്യാണത്തലേന്ന് കൊല്ലത്ത് നടക്കുന്ന പിരിവിനെ പറ്റി പറയുന്നുണ്ട്. കണക്ക് പിള്ളേരായിട്ട് 2 മിടുക്കി പെൺപിള്ളേരെ കൊണ്ട് ഇരുത്തുമെന്ന്. സ്റ്റെഫിയുടെ കല്യാണത്തലേന്നും അതേപോലെ 2 പെൺകുട്ടികളെ പിരിവിന്റെ കണക്കെഴുതാൻ ഇരുത്തിയിരിക്കുന്നതായി കാണാം. രാത്രിയായിട്ടും അതേ പെൺകുട്ടികൾ തന്നെയാണ് അവിടെ ഇരുന്ന് പിരിവെഴുതുന്നത്. സ്വർണം കൊണ്ടുവന്ന ശേഷം അജേഷ് പറയുന്നുണ്ട് ലേറ്റ് ആവാൻ കാരണം ഉരുപ്പടി തൂക്കുന്ന ത്രാസ് വേറൊരുത്തൻ കൊണ്ടുപോയത് കൊണ്ടാണെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ സ്വർണം തൂക്കി നോക്കുന്നത് ആ ജ്വല്ലറി സ്കെയിലിൽ തന്നെയാണ്. ഈ സീനിൽ ശർമ്മ ബ്രൂണോയോട് പറയുന്നുണ്ട് ആഭരണങ്ങൾ റെഡിയായിട്ടുണ്ട്, അംബുജം എന്ന ജ്വല്ലറിയിൽ പോയി സ്വർണം സെലക്ട് ചെയ്യാൻ പെങ്ങളോട് പറയണമെന്ന്. പിന്നീട് അജേഷ് സ്വർണം കല്യാണ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ആ സ്വർണം അംബുജം ജ്വല്ലറിയിൽ നിന്ന് തന്നെ എടുത്തതാണ് എന്ന് കാണിച്ച് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഈ സീനിൽ ഉപ്പ് കുറവാണെന്ന് പറഞ്ഞ് മരിയാനോയുടെ അമ്മ മീൻകറിയിൽ വീണ്ടും ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീധനത്തിന്റെ കാര്യത്തിലും അവർ കുറെ ഡിമാൻഡ് പറയുന്നതായി കാണിക്കുന്നുണ്ട്. സാമ്പത്തികമൊന്നുമില്ലെങ്കിലും എല്ലാ കാര്യത്തിനും വലിയ ഡിമാൻഡുള്ള ഫാമിലിയാണ് മരിയാനോയുടേത്. സ്റ്റെഫിയുടെ അമ്മയായ ആഗ്നസ് ലൗലി എന്ന സ്ത്രീയുടെ വീട്ടിൽ പോയി സ്വർണം ചോദിക്കുന്നുണ്ട്. അവർ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ടാണ് വീട്ടിൽ വരെ നിൽക്കുന്നത്. എന്നാൽ ആഗ്നസ് ചോദിക്കുമ്പോൾ അതെല്ലാം മുക്കുപണ്ടമാണെന്ന് ലൗലി പറയുന്നുണ്ട്. ആഗ്നസ് അവരോട് സ്വർണം നേരിട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കാര്യം മനസ്സിലായി എന്ന് അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ലൗലി കല്യാണത്തലേന്ന് വരുമ്പോൾ അവർ സ്വർണ്ണാഭരണങ്ങൾ കുറച്ച് മാത്രമാണ് ഇട്ടുകൊണ്ടുവരുന്നത്. സ്വർണമായിട്ട് ഒന്നും കയ്യിലില്ല, എല്ലാം റോൾഡ് ഗോൾഡ് ആണെന്ന് പറഞ്ഞത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ ലൗലിയുടെ ഒരു ചെറിയ നമ്പറായിരുന്നു അത്. ലോഡ്ജിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ബ്രൂണോ അജേഷിന്റെ കയ്യിൽ ഫാനിൽ കെട്ടുന്നുണ്ട്. ആ സീനിൽ ഒരു ലക്ഷ്യമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ബേസിൽ കാഴ്ചവെച്ചത്. കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ച ബ്രൂണോയോട് താഴെ ഇറങ്ങാൻ പറഞ്ഞ ശേഷം ആ കൈലി വലിച്ചൂരി എടുത്തിട്ട് അജേഷ് പറയുന്നുണ്ട് ആകെ ഉണ്ടായിരുന്ന നല്ലൊരു കൈലിയായിരുന്നെന്ന്. ആ ഡയലോഗ് ആ സിറ്റുവേഷനിൽ ഒരു കോമഡി പോലെ തോന്നുമെങ്കിലും പിന്നീട് അജേഷിന്റെ വീടും അമ്മയുടെയും സഹോദരിയുടെയും കഷ്ടപ്പാടുകൾ കാണിക്കുമ്പോൾ മനസ്സിലാകും അജേഷിന് ആകെ ഉണ്ടായിരുന്ന ഒരു കൈലിയായിരുന്നു അതെന്ന്. കല്യാണത്തിന്റെ അന്ന് രാത്രി കുളിച്ചിട്ട് വരുമ്പോൾ ഇതേ കൈലി തന്നെയാണ് അജേഷ് ഉടുത്തിരുന്നത്. പുറമേ കാണുമ്പോൾ ബൈക്ക്, എക്സിക്യൂട്ടീവ് ലുക്ക് ഒക്കെ ഉള്ള ആളാണ് അജേഷ്. എന്നാൽ അതെല്ലാം ജോലിയുടെ ഭാഗമായിരുന്നുവെന്നും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരാളാണ് അജേഷ് എന്നും സിനിമയിൽ കാണിക്കുന്നുണ്ട്. അജേഷാടാ അജേഷ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ബേസിലിന്റെ കഥാപാത്രം പറയുമ്പോൾ അജേഷിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് എത്ര വലിയ മല പോലൊരു രാക്ഷസന്റെ മുന്നിൽ പോലും തന്റെ ഉദ്ദേശശുദ്ധിയും തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കൂറും കൊണ്ട് പോയി വെല്ലുവിളിക്കാനും പോരാടാനും തയ്യാറാവുന്നത്. ഏറ്റെടുത്ത ജോലി അത് നല്ല രീതിയിൽ പൂർത്തീകരിച്ചു കൊടുക്കുവാനും വിശ്വാസം നഷ്ടപ്പെടാതെ ഇരിക്കുവാനും ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ് PP അജേഷ്.
നമ്മൾ ശത്രുക്കളല്ല എന്ന് അജേഷ് ബ്രൂണോയോടും മരിയാനോയോടും പറയുന്നുണ്ട്. അജേഷിനെന്നല്ല, ഈ സിനിമയിൽ ആർക്കും ആരോടും ശാശ്വതമായ ശത്രുതയില്ല. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ എല്ലാവരും ആ സ്വർണത്തിന്റെ പിറകെയാണ്. കാരണം അവരുടെ ജീവിതാവസ്ഥകൾ അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അജേഷിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പൊന്ന് തിരികെ കിട്ടണമെന്ന ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനായി പല വഴികളും പരിശ്രമിക്കുന്ന അജേഷ് അടിസ്ഥാനപരമായി ഒരു നിസ്സഹായനായ ദരിദ്ര യുവാവാണ്. അജേഷിൽ നിന്ന് സ്വർണം കടം വാങ്ങിയ സ്റ്റെഫിയുടെയും അമ്മയുടെയും സഹോദരന്റെയും അവസ്ഥയും അതുപോലെ തന്നെയാണ്. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് സിനിമയിലെ മരിയാനോ. പരുക്കനും പുരുഷ മേധാവിയാണെങ്കിലും തന്റെ പെങ്ങന്മാരെ മുന്നിൽ കണ്ടാണ് അയാൾ സ്ത്രീധനമായി കിട്ടിയ അജേഷിന്റെ സ്വർണത്തിന് വേണ്ടി ഏറ്റുമുട്ടലിന് തയ്യാറാവുന്നത്. നോവലിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ തന്നെയാണ് സിനിമയിലെ കഥാപാത്രങ്ങൾക്ക്. ബ്രൂണോ, മരിയാനോ, സ്റ്റെഫി ഗ്രാഫ്, ആഗ്നസ് എന്നിങ്ങനെയാണ് കഥാപാത്രങ്ങളുടെ പേരുകൾ. പഴയകാലത്ത് പോർച്ചുഗീസുകാരുടെ തട്ടകമായിരുന്നു കൊല്ലം. അവരുടെ സംസ്കാരവും പേരുകളുമെല്ലാം കൊല്ലത്തുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കടലോരത്ത് താമസിക്കുന്നവരെ. ഈ ചരിത്രപരമായ ശേഷിപ്പുകൾ കൃത്യമായി അവതരിപ്പിക്കാനാണ് നോവലിൽ ഇത്തരം പേരുകൾ നൽകിയത്. ഈ സിനിമയുടെ സംവിധായകനായ ജ്യോതി ശങ്കറും 4-5 ചെറുപ്പക്കാരും പണ്ട് കൊല്ലത്ത് ഒരു ലോഡ്ജിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് നോവലാക്കിയതും പിന്നീട് പൊന്മാൻ എന്ന സിനിമയാക്കിയതും. അന്ന് ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഡയറക്ടറിനോടൊപ്പം ആ ലോഡ്ജിലുണ്ടായിരുന്ന ആളാണ് ആക്ടർ രാജേഷ് ശർമ്മ. രാജേഷ് ശർമ്മ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും പള്ളിയിലച്ചന്റെ വേഷമാണ് അഭിനയിച്ചിരിക്കുന്നത്. ശർമ്മയായി അഭിനയിച്ചത് ദീപക് പറമ്പോളാണ്. സിനിമയിൽ ലിജോ മോളുടെ കഥാപാത്രത്തിന്റെ പേര് സ്റ്റെഫി ഗ്രാഫ് എന്നാണ്. ഒരു തലമുറയെ ടെന്നീസിന്റെ ഭ്രാന്തരായ ആരാധകരാക്കി മാറ്റിയ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന ടെന്നീസ് പ്ലെയർ ആയിരുന്നു സ്റ്റെഫി ഗ്രാഫ്. ഈ സ്റ്റെഫി ഗ്രാഫിന്റെ പേരാണ് നോവലിലെ കഥാപാത്രത്തിനും കൊടുത്തിരിക്കുന്നത്. പഴയ ടെന്നീസ് കളിക്കാരിയുടെ അപ്രതീക്ഷിത വേഗമുള്ള സെർവുകൾ പോലെ ചടുലമായ തീരുമാനങ്ങൾ എടുക്കുന്ന കഥാപാത്രമാണ് സ്റ്റെഫി. അവരുടെ അപ്രതീക്ഷിത നീക്കങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ആളാണ് അജേഷ്. എതിരാളികളുടെ പിഴവ് കാത്തു നിന്നാൽ പണി കൊടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ സ്റ്റെഫിയുടെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന മാർട്ടിന നവരത്തിലോവയുടെ കളിശൈലിയായി അജേഷിനെ അപ്പുറത്ത് നിർത്തിയാണ് GR ഇന്ദുഗോപൻ ഈ കഥാപാത്രങ്ങളെ എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സീനിൽ മരിയാനോയുടെ അളിയൻ ആരാണ് മനസ്സിലായില്ലല്ലോ എന്ന് അജേഷിനോട് ചോദിക്കുമ്പോൾ സ്റ്റെഫിയുടെ കസിനാണ് എന്ന് അജേഷ് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ചരട് അജേഷ് മറയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ചരട് ഊരിയ ശേഷമാണ് മരിയാനോയോടും കസിനാണെന്ന് അജേഷ് പറയുന്നത്. പിന്നീട് അജേഷ് സ്റ്റെഫിയുടെ കസിനല്ല എന്ന് മരിയാനോ തിരിച്ചറിഞ്ഞ ശേഷം അജേഷിനെ കുത്തുന്നുണ്ട്. അതിനുശേഷം അജേഷിനെ കാണിക്കുമ്പോഴാണ് ആ ചരട് വീണ്ടും അജേഷിന്റെ കയ്യിലുള്ളതായി കാണിച്ചിട്ടുള്ളത്. മരിയാനോയുടെ വീട്ടിലെ ഫംഗ്ഷന്റെ അന്ന് രാത്രി മുറ്റത്ത് വേലിയേറ്റം കാരണം ചെളിയുള്ളതായി കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെയുള്ള സീനിൽ വെള്ളവും ചെളിയെല്ലാം ഇറങ്ങിപ്പോയതായി കാണിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ബാത്റൂം ശരിയല്ല എന്ന് പറഞ്ഞ് മരിയാനോ സ്റ്റെഫിയെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് ഓട്ടോയിൽ പോകുന്നുണ്ട്. ആ ഓട്ടോ മരിയാനോയുടെ ഈ ഓട്ടോക്കാരൻ സുഹൃത്തിന്റെ ഓട്ടോ തന്നെയായിരുന്നു. സിനിമയുടെ അവസാനം അജേഷ് സ്റ്റെഫിയോട് പറയുന്നുണ്ട്, സത്യത്തിൽ പൊന്നു തൊടാത്തപ്പോഴാണ് പെണ്ണിന് യഥാർത്ഥ ചന്തം. ഇങ്ങനെ പറയാൻ കാരണം അജേഷ് ആദ്യമായി സ്റ്റെഫിയെ കാണുമ്പോൾ പൊന്നില്ലാതെയാണ് കണ്ടത്. ആ സീനുകളിൽ അജേഷ് അവളെ ശ്രദ്ധിക്കുന്നതായി കാണാം. പിന്നീട് സ്വർണം കിട്ടിയ ശേഷം സ്റ്റെഫി അത് വിട്ടു നൽകാൻ തയ്യാറാവാതെ വരുമ്പോഴാണ് അജേഷിന് അവളോട് ദേഷ്യം തോന്നുന്നത്. സ്റ്റെഫി എന്ന ക്യാരക്ടറിന്റെ ഗ്രേ ഷെയ്ഡ് പുറത്തു വന്നത് സ്വർണം കൂടെ ഉണ്ടായിരുന്ന സമയത്താണ്. അവസാനം വീണ്ടും പൊന്നു വരുമ്പോൾ അവളുടെ മനസ്സും അതിനോടൊപ്പം മാറുന്നതായി കാണിക്കുന്നുണ്ട്. പൊന്നില്ലാത്തപ്പോഴാണ് ഭംഗി എന്ന് അജേഷ് പറയുന്നതിന് കാരണം ഇതാണ്. തന്റെ കൊഞ്ചിന് മോഷ്ടിച്ച 3 പയ്യന്മാരെ മരിയാനോ തല്ലുന്നുണ്ട്. അതിലൊരു പയ്യനെ ചൂണ്ടയെറിഞ്ഞ് മരിയാനോ പിടിക്കുമ്പോൾ ആ പയ്യന്റെ കഴുത്തിന് താഴെ മുറിവേൽക്കുന്നുണ്ട്. പിന്നീട് ഈ സീനിൽ അജേഷ് മരിയാനോയെ കൂവുമ്പോൾ ആ പയ്യന്മാരും കൂടെ കൂവുന്നുണ്ട്. അപ്പോൾ ആ പയ്യന്റെ കഴുത്തിൽ മുറിവ് കെട്ടിവെച്ചിരിക്കുന്നതായി കാണിച്ച് അത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷങ്ങളിലായി തിയേറ്ററിൽ നിന്ന് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമകളിൽ ഒന്നാണ് പൊന്മാൻ. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.